ഇന്ന് ഞാൻ ബീഫ് കീമയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലുള്ള ബീഫ് കീമ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. പാത്രം ചൂടായതിനു ശേഷം 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 400 ഗ്രാം ബീഫിൻ്റെ കീമയിലാണ് തയ്യാറാക്കുന്നത്. ചെറിയ 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. സവാള ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് പട്ട, ഒരു 6-7 ഏലക്കായ, 8-10 ഗ്രാമ്പൂ, തക്കോലം, ഒരു 3-4 തക്കോലം ഇത് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചെറിയൊരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സവാള ചെറുത്, ഞാൻ 400 ഗ്രാമിന് ചെറിയ 2 സവാളയെ എടുത്തിട്ടുള്ളൂ. ഒരുപാട് സവാളയൊന്നും ഇടരുത്, അത് ഒരുപാട് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു 400 ഗ്രാം കീമ നല്ലതുപോലെ കഴുകി ബീഫിൻ്റെ കീമയാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി അത് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബീഫിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. വെള്ളം ഇറങ്ങിയിട്ടില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് അതിനെ ഒന്ന് വേവിച്ചെടുക്കണം. സവാളയൊക്കെ ഇതിൻ്റെ കൂടെ നല്ലതുപോലെ വെന്ത് ചേരണം. ഇപ്പോൾ നല്ലതുപോലെ വെന്ത് ആ എണ്ണ ഒന്ന് വടിഞ്ഞ് വന്നിട്ടുണ്ട്, ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കണം. പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നല്ലതുപോലെ വെന്ത് എണ്ണ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ അവർ ഒരുപാട് എണ്ണ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ എണ്ണ മാറി നിൽക്കുന്നത്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടില്ല. ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് ഞാൻ കീമ ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റ് പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്ന ആ കീമയുടെ ആ ടേസ്റ്റ് കിട്ടി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.